കോഴിക്കോട് കാരശ്ശേരിയിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. കവളോറ പ്രദേശത്തെ 20ഓളം വീട്ടുകാരാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. റോഡ് നവീകരിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് 10 വർഷത്തോളം പഴക്കമുണ്ട്. എന്നാൽ മാറി മാറി പഞ്ചായത്ത് ഭരിച്ച ഇടത് വലത് മുന്നണികൾ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. 3 മാസം മുൻപ് 100 മീറ്റർ റോഡ് സോളിംഗ് ചെയ്തെങ്കിലും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെ നിലവിൽ ചെയ്ത സോളിംഗും ഇളകി തുടങ്ങിയിട്ടുണ്ട്. റോഡിന്റെ ബാക്കി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലുമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമുള്ള ഒരാളെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. വരുന്ന വണ്ടി രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കരുത് എന്ന് പറയും. ആ രീതിയിലാണ് അവസ്ഥ. കാരണം സ്വന്തം വാഹനം ഞാൻ ഓട്ടിയിട്ട് തന്നെ ഒരു മാസം ഈ റോട്ടിന് പോയാൽ 10,000-12,000 റുപ്യ വർക്ക്ഷോപ്പ് കൊടുക്കുക, ബാരിങ് പോയി ഇഞ്ചൻ പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സൈസ് മുറിയുക. എൻ്റെ വണ്ടിക്ക് തന്നെ ഞാൻ 10,000-30,000 റുപ്യ ഈ ഒരു വർഷം കൊണ്ട് വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളും പ്രായമായവരുമാണ് ദുരിതം അധികം അനുഭവിക്കുന്നത്. അസുഖബാധിതരായ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചു എന്ന MLA ബാനർ പോലും കാണാനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡായതിനാൽ സ്കൂൾ വാഹനങ്ങൾക്ക് പോലും വരാൻ കഴിയാത്ത സാഹചര്യമാണ്. മഴക്കാലമായ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളവും വരും, കൊടയും ചൂടണം, മക്കളെ എടുക്കണം, ബാഗും പിടിക്കണം, ഭയങ്കര എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. റോഡ് നമ്മൾ തന്നെ വികാൻ പോകണം, പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ, എല്ലാത്തിനും ബുദ്ധിമുട്ടാണെന്ന് പറയും. റോഡ് കൊണ്ട് വണ്ടി വിളിച്ചാൽ വരാനും ബുദ്ധിമുട്ടാണ്. നമ്മളായിട്ടെങ്കിലും വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കൂലി ഓല് പറയുന്ന ചാർജറും കൊടുക്കണം, വരൂല്ല. റോഡ് നവീകരിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ജനം, കോഴിക്കോട്.